ഹായ്, ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ ഒരു കപ്പ് ഗ്രീൻ ടീ ഉണ്ടാക്കി കുടിച്ചിട്ടാകാം ബാക്കി വിശേഷം പറച്ചിലൊക്കെ. അപ്പോൾ ഹോട്ടലിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമ്മൾ മേഘമല ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡേ 1 വ്ലോഗിൽ നമ്മൾ കണ്ടത് പാലക്കാട് ടു കുമളി വരെയുള്ള യാത്രയുടെ വിശേഷങ്ങളാണ്. മഴ ഇപ്പോഴും നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നല്ല തണുത്ത കാറ്റും, ആകെ മൊത്തം നല്ല സുഖമുള്ള കാലാവസ്ഥ. അപ്പോൾ നല്ല നല്ല വ്യൂ പോയിന്റുകളിൽ നമ്മൾ കാർ നിർത്തി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്ന ആ ചടങ്ങ് ഒരു മുടക്കവും വരുത്താതെ ചെയ്യുന്നുണ്ട്. ഇനി അമ്മേനെ നോക്ക്, ദേ ക്യാമറ നോക്ക്. മേഘമലൈ എന്ന് പറയുന്നത് ഒരു ഹിൽ സ്റ്റേഷനാണ്. ഇത് തമിഴ്നാടുവിലെ തേനി ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരള തമിഴ്നാടു ശരിക്കും പറഞ്ഞാൽ ഇടുക്കി തേനി ബോർഡറിലായിട്ടാണ് ഈ മനോഹരമായ സ്ഥലമുള്ളത്. തേനി എന്ന സ്ഥലം കണ്ടാൽ ഒരു കൊച്ചു കേരളമാണെന്ന് തോന്നും. ഇവിടെയുള്ള പോലെ തന്നെ നല്ല പച്ചപ്പും ഹരിതാഭയും ഒക്കെയുള്ള ഒരു നല്ല സ്ഥലം. റോഡിൻ്റെ 2 വശങ്ങളിലും മുന്തിരിത്തോപ്പുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിൽ ചിലതിലൊക്കെ എൻട്രി റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അപൂർവം ചില മുന്തിരി ഫാമുകളിൽ എൻട്രി അനുവദനീയമാണ്. നമ്മൾ പോയ മുന്തിരി ഫാമിൻ്റെ ഓപ്പോസിറ്റിലായിട്ട് ഒരു ചുരക്ക ഫാമും കൂടെ ഉണ്ടായിരുന്നു. അതിലേക്ക് പക്ഷേ നോ എൻട്രി ആയിരുന്നു. മുന്തിരിത്തോപ്പിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ഈ ഒരു ബോർഡാണ് നമ്മളെ റിസീവ് ചെയ്യാനായിട്ടുള്ളത്. അതായത് മുന്തിരി പറിക്കരുത് എന്ന് തമിഴിലും മലയാളത്തിലും ഇംഗ്ലീഷിലും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഒരാളവിടെ പ്രത്യേകം നിന്ന് പറയുന്നുണ്ട്, ഒരാളും മുന്തിരി തൊടരുത്, മുന്തിരി പറിക്കരുത് എന്നൊക്കെ. പക്ഷേ എല്ലാവരും മുന്തിരി തൊടുന്നുണ്ട്, ആരും പറിക്കുന്നതൊന്നും കണ്ടില്ല.
അങ്ങനെ അവിടെ നിന്നും കുറച്ച് മുന്തിരിയും 2-3 ചുരക്കയൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര തിരിച്ചു. ഇപ്പോൾ റോഡ് സൈഡ് മുഴുവൻ നമുക്കിങ്ങനെയുള്ള കാറ്റാടി യന്ത്രങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ മേഘമലയിലേക്ക് കയറാൻ പോകുകയാണ്. അവിടേക്ക് എത്താനായിട്ട് 18 ഹെയർപിൻ വളവുകളുണ്ട്. ആന, ബൈസൺ, കരടി, പുലി എന്നിവയുടെ വിഹാര കേന്ദ്രമാണ് എന്ന് നമ്മളെ വാൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ബോർഡൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടു. പക്ഷേ നമുക്ക് കാണാൻ പറ്റിയത് ഒരൊറ്റ ജന്തുവിനെ മാത്രമാണ്. Okay, guys, you can carry on. അങ്ങനെ അതിശക്തമായ കാറ്റിനൊപ്പം ഇപ്പം മഴയും കൂടെ ചാറാൻ ആരംഭിച്ചിട്ടുണ്ട്. ഫൈനലി ഞങ്ങൾ മേഘമലയിൽ എത്തിച്ചേർന്നു. എല്ലാ ഹിൽ സ്റ്റേഷനും ഒറ്റ നോട്ടത്തിൽ ഒരുപോലെ തോന്നുമെങ്കിലും എവിടെയൊക്കെയോ എന്തെങ്കിലും ഒരു യുണീക്ക്നെസ് എല്ലാത്തിലും ഉണ്ടാകും. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു സ്ഥലം നല്ല ചോയ്സാണ്. കാറ്റാണ്, കാറ്റിന്റെ സൗണ്ടാ, മഴയല്ല. സ്ഥലമൊക്കെ സൂപ്പർ. ഇത്തവണ കുഴപ്പമില്ല.
അങ്ങനെ മേഘമലയുടെ പ്രകൃതി ഭംഗിയും ആ നല്ല കാലാവസ്ഥയും എല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് താഴെ ഇറങ്ങാനായി യാത്ര തിരിച്ചപ്പോഴാണ് ശരിക്കും പണി കിട്ടിയത്. എതിരെ വന്ന ബൈക്കുകാരൻ എല്ലാ വണ്ടിയിലേക്കും നോക്കി എന്തോ പറഞ്ഞിട്ട് പോകുന്നു. നമ്മുടെ കാറിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് അതെന്താണെന്ന് മനസ്സിലായത്. വലിയൊരു മരം റോഡിലേക്ക് വീണ് കിടപ്പുണ്ടെന്നും താഴെ നിന്നും ആളുകൾ വന്ന് അത് മുറിച്ച് മാറ്റി റോഡ് ക്ലിയറാക്കാൻ 4 മണിക്കൂറെങ്കിലും ആകുമെന്നും. അത് കേട്ടതോടെ അതുവരെ മേഘമല, പ്രകൃതി ഭംഗി എന്നൊക്കെ പറഞ്ഞ ഡയലോഗ്സ് എല്ലാം മറന്നു. എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് താഴെ എത്തിയാൽ മതിയെന്ന് തോന്നി. കാറിൽ നിന്നും പുറത്തിറങ്ങി ഞങ്ങളുടെ വക ഒരു ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് വന്നു. അതിന് ഗുണമുണ്ടായി. കാരണം വീണ് കിടക്കുന്ന മരത്തിൻ്റെ അടുത്തുള്ള മരങ്ങളും താഴേക്ക് പതിക്കാനുള്ള ഒരു ടെൻഡൻസിയിൽ നിൽക്കുകയാണെന്ന് അതുകൊണ്ട് മനസ്സിലായി. അതോടെ കാറ് യൂ ടേൺ അടിച്ച് വലിയ മരങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് നിർത്തി. നോക്കിയോ, ഇത് ഈ സാധനം കൂടെ വീഴാൻ എഡ്ജിലാണ് ഇത് നിൽക്കുന്നത്. ഷാനെ മാറിക്കോ. നാല് മണിക്കൂർ എടുത്തില്ല, 2 മണിക്കൂർ കൊണ്ട് അവർ റോഡ് ക്ലിയർ ചെയ്തു. നമ്മളെല്ലാവരും താഴെ എത്തി. രാത്രി ഡിന്നറും കഴിച്ച് നേരെ വീട്ടിലേക്ക്. തിരിച്ച് പാലക്കാട് വീട്ടിലെത്താൻ രാത്രി 2 മണിയായി. 2 ദിവസത്തെ ഈ കുട്ടി ട്രിപ്പിൻ്റെ സന്തോഷങ്ങളും ഓർമ്മകളൊക്കെയായി അടുത്ത ഫാമിലി ട്രിപ്പിന് വേണ്ടി വെയിറ്റിംഗ്.